ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഞങ്ങൾ എങ്ങനെ പോകണമെന്ന് വെച്ചാൽ ആലുവ പോവാണ് കേട്ടോ. രാവിലെ പോണത് 6 മണിക്കണു. നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ. മഞ്ഞൊക്കെ നല്ലൊരു എന്താ പറയുക, ആഹാ അങ്ങനെ നല്ലൊരു കാഴ്ചകളും പ്രകൃതി നിൻ്റെ വികൃതി എന്നൊക്കെ പറയണത് പോലെ. എന്തായാലും ശരി, ആലുവ പോകണം. എന്തിനാന്ന് വെച്ചാൽ മുസ്ലിൻ്റെ പാസ്പോർട്ട് പുതുക്കാൻ. അപ്പോൾ കിട്ടിയത് അവിടെയാണ്, ആലുവയാണ്. അങ്ങനെ ഞങ്ങൾ പോയി വിശക്കാൻ തുടങ്ങി. അങ്ങനെ ഇവിടെ വെജിറ്റേറിയൻ ഹോട്ടലെത്തി, ആനന്ദ് ഭവൻ. അവിടെ ഞങ്ങൾ വണ്ടി നിർത്തി. എപ്പോഴും ഭയങ്കര തിരക്കുള്ളൊരു ഹോട്ടലാണ് കേട്ടോ. അങ്ങനെ ഞാൻ സാമ്പാർ ഇഡലി, സാമ്പാർ വട, മനു നെയ്യ് റോസ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അറിയാതെ ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ ഇഡലി സാമ്പാറിൽ സ്പൂണോടെ തന്നെ കഴിക്കണ ഫോട്ടോ ഞാനറിയാതെ എടുത്തു. മനു റോസ്റ്റ് കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഓടി ആലുവ എത്തി. പിന്നെ ഇതുണ്ടോ, പാസ്പോർട്ട് ഓഫീസിലെ തിരക്കാണ് കേട്ടോ. എന്ത് തിരക്കടോ. അബൂഷ് പറഞ്ഞു നിങ്ങൾ പോയിട്ട് വെള്ളമൊക്കെ കുടിച്ച് വിളിന്ന്. പക്ഷേ അതിൻ്റെ അകത്ത് കയറി. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ രസിച്ചിരിക്കുകയാണ്. അപ്പം ഞാനും കൂടെ നിൽക്കുന്നത് ഷൂ മാത്രമാണ് വീഡിയോ എടുത്തു. അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു ജ്യൂസ് കടയിൽ കയറി. ജ്യൂസ് കട മാത്രമൊന്നുമല്ല കേട്ടോ, അത് മൊത്തത്തിലുള്ള കടയാണ്. ഞാനൊരു വാട്ടർ മെലണും മനൊരു ആപ്പിളും പറഞ്ഞു. പക്ഷേ മനു കുടിച്ചില്ല കേട്ടോ ആപ്പിള്. അതൊരു ടേസ്റ്റ് കുറവാണെന്ന് പറഞ്ഞു മനു. അതിൽ നാരങ്ങയൊക്കെ പിഴിഞ്ഞുകൊണ്ട് മനുവിൻ്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പിന്നെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് ഞാൻ അതും കുടിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. പിന്നെ അപ്പോഴേക്കിനും മുഷ് വന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് നാട്ടിൽ തന്നെ പോകണമെന്ന്. വൈകുന്നേരം ബ്രദറിൻ്റെ വീട്ടിൽ വിരുന്നുണ്ട്. അങ്ങനെ പോയി. ഉച്ചയായപ്പോഴേക്കിനും വിശക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ പാലക്കാട് പാലക്കാട് തന്നെ അവിടെ ഒരു എന്താ പറയുക, ഒരു ഹോട്ടലുണ്ട്, ഒരു വീട് പോലെ. അവിടുന്ന് ഫുഡ് കഴിക്കാറുണ്ട്. അതിൻ്റെ ഇടയിൽ വെള്ളത്തിന് ദാഹം വന്നു. അങ്ങനെ മൂന്ന് സൈസ് വെള്ളം വാങ്ങി. റെഡ്, യെല്ലോ, പിന്നെ ആപ്പി ഫീസ്. മനു കുടിച്ചില്ലട്ടത്, മനുവിന് വാങ്ങിയതാണ്. അതും കഷ്ടപ്പെട്ട് ഞാൻ കുടിക്കേണ്ടി വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മനുവാണ് വണ്ടി ഓടിക്കണത് കേട്ടോ. വണ്ടി ഓടിക്കുമ്പോൾ മനു പറയുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ചില്ലറ കയ്യിൽ വേണമെന്ന്. അത് കഴിഞ്ഞിട്ട് നാളെ 2 ദിവസം കഴിഞ്ഞാൽ മനു എറണാകുളം പോവുകയാണ്. ക്ലാസ് തുടങ്ങുമെന്ന് പറഞ്ഞു. ഓണം വെക്കേഷൻ ആയതുകൊണ്ടാണ് മനു നാട്ടിലെത്തിയത്. മനു നാട്ടിലെത്തിയിട്ട് ഓണം വെക്കേഷന് മനുവാണ് ശരിക്കും പറഞ്ഞാൽ അടിച്ചു പൊളിച്ചത് മനുവാണ് കേട്ടോ. പിന്നെ പമ്പിൽ കയറി എണ്ണ അടിച്ചു. വീണ്ടും ഓരോ കോമഡി പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പോവുകയാണ്. അതിൻ്റെ ഇടയിൽ വണ്ടിയുടെ കാറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. ടോയ്ലറ്റിൽ പോകേണ്ട ഒരു ടോയ്ലറ്റിൽ പോയി. നമ്മളെപ്പോഴും പമ്പ് എത്തുമ്പോഴാണല്ലോ ഇങ്ങനെ. അതിൻ്റെ ഇടയിൽ വണ്ടി നോക്കാൻ ഒരാൾ വന്നു കേട്ടോ. അയാൾക്ക് വണ്ടി ഒന്ന് ഇഷ്ടപ്പെട്ടു പറഞ്ഞിട്ട് ഫോൺ വന്നിരുന്നു. അങ്ങനെ അയാൾ ആ വണ്ടി കയറി വണ്ടി ഒന്ന് ഓടിച്ചു. പിന്നെ ഉഷപ്പ അവരുടെ വർക്ക്ഷോപ്പിൽ അവിടെ ഇറങ്ങി നിന്നു. ഞാനും മനും വണ്ടിയിലുണ്ടായിരുന്നു. ഇയാൾ വണ്ടി ഓട്ടുമ്പോൾ ഞങ്ങൾ ആ വണ്ടിയിലിരുന്നു. അങ്ങനെ ഈ വർക്ക്ഷോപ്പിന് ഇങ്ങനെ റോഡിൽ ഇങ്ങനെ ഒന്നുകൂടി ചുറ്റി വന്നു കേട്ടോ. ചുറ്റി വീണ്ടും വന്ന് വണ്ടി കയറി. പിന്നെ ഞങ്ങൾ യാത്ര തുടർന്ന് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ പാലക്കാട് നിർത്താമെന്ന് ഫുഡ് കഴിക്കാൻ. പിന്നെ അതിൻ്റെ ഇടയിൽ മനുപുഷും എന്തൊക്കെയൊക്കെയോ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഫോണിൽ കളിക്കുമായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഹോട്ടൽ വീടും ഹോട്ടലും കൂടെ കൂടിയതാണ് കേട്ടോ. അടിപൊളി ഫുഡാണ് ഇവിടുത്തെ. പക്ഷേ ഇന്നെന്തോ അത്ര ടേസ്റ്റ് തോന്നിയില്ല എന്ന് വെച്ചാൽ കറി അത്ര ടേസ്റ്റ് ഒന്നും തോന്നിയില്ല എനിക്ക്. എന്തായാലും ശരി, അടിപൊളിയായിട്ടാണ് ഇവർ സെർവ് ചെയ്യണതും ഒക്കെ. ഈ നീല ഷർട്ട് കണ്ടോ, ഇതിൻ്റെ വൈഫ് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതാണ് ആ വൈഫ്. അപ്പോൾ ആ സാരി ഉടുത്തത്. അവരിരിക്കേണ്ട സീറ്റിൽ ഞാനിരുന്നു. ഇപ്പുറത്ത് ഇരിക്കേണ്ട സീറ്റിൽ ബുഷു ഇരുന്നു. അപ്പുറത്തൊരു സീറ്റിൽ മനു ഇരുന്നു. പിന്നെ ഇയാളുടെ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് പാവം തോന്നിയിട്ട് അയാൾ നീച്ചെടുത്ത് വൈഫ് അവിടെ ഇരുന്നു. ഈ നാരങ്ങ കണ്ടു, എന്ത് ടേസ്റ്റാടോ ഈ വെളുത്ത അച്ചാറെന്നറിയോ. അതിൽ പറയുമ്പോഴേക്കിനും വെള്ളം ഊർന്നു. ഞങ്ങളെ നേരെ മുന്നിലുള്ള ഈ നീല ഷർട്ടുകാരന് ചോറ് കാത്ത് അവസാനം അതിൻ്റെ ഇലയത്തെ കംപ്ലീറ്റ് ഇതും വടിച്ചെടുത്തു. നാരങ്ങാച്ചാറും കൂട്ടുകറിയും ഉപ്പേരിയും ഒക്കെ. എന്തായാലും ശരി, ചോറെത്തി. പിന്നെ നമുക്കിഷ്ടമുള്ള മീൻ പറയാം കേട്ടോ. വലിയ മീനുകളാണ് ഇവിടെ. അതായത് ഇവിടുന്ന് അവർ പിടിച്ചുകൊണ്ടിരുന്നത്. ഈ കറിയാണ് ഞാൻ പറഞ്ഞത്. ഈ കറി അത്ര പഴയ ഒരു ടേസ്റ്റ് കിട്ടിയില്ല നമുക്ക്. ഞാൻ തേങ്ങ അരക്കാത്ത മുളക് കറിയും പറഞ്ഞു. അവരൊക്കെ തേങ്ങ അരച്ച മീൻ കറിയും പറഞ്ഞു. പിന്നെ ബിജുമേനോ ആ സിനിമയിൽ പറയണത് പോലെ പപ്പടം വന്നു, ഉപ്പേരി വന്നു, അവിയൽ വന്നു പറഞ്ഞ പോലെ എല്ലാം വന്നു. അടിപൊളിയായിട്ട് തന്നെ കഴിച്ചതൊക്കെ. പക്ഷേ അന്നൊക്കെ കഴിച്ചിരുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടിയില്ല എന്ന് പറയുക. നല്ല കരിമീനും ആവോലിയും ഞങ്ങൾ പിന്നെ ഓർഡർ പറഞ്ഞത് അതൊക്കെയായിരുന്നു.
മനു അപ്പുറത്തായി ഇരിക്കണത് കേട്ടോ. എന്തായാലും ശരി, ഞങ്ങളുടെ ഫുഡും ഞങ്ങളുടെ മീനും കാര്യങ്ങളൊക്കെ എത്തി. അങ്ങനെ ഞങ്ങൾ കഴിച്ചു. അടിപൊളിയായിരുന്നു. പക്ഷേ ഈ കറി മാത്രം ഇത്തിരി ഒരു കൊള്ളാത്ത പോലെയൊക്കെ എനിക്ക് തോന്നി. ശരി, ഭയങ്കര ഇഷ്ടമാണ് മീനിൻ്റെ തല. അങ്ങനെ എന്തായാലും ശരി, ഫുഡ് ഇതുണ്ടോ, ഇതല്ലാത്ത ബാക്കിയൊക്കെ നമ്മൾ കഴിച്ചു കേട്ടോ. നല്ല ബില്ല വന്നത്. കാരണം ഒരു മീനിന് അവർ 2 മീനിൻ്റെ റേറ്റ് വാങ്ങും. ഭയങ്കര തിരക്കാണ് ഇവിടെ. കണ്ട് ക്യൂ നിൽക്കുന്നത്, ഇരിക്കാനൊന്നും സ്ഥലം കിട്ടൂല, അത്ര തിരക്കാണ് അവിടെ. യാക്കര കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു ഈ ഒരു വീട് ഹോട്ടൽ, റിയാസ് ഹോട്ടലിനോ റിയാദ് ഹോട്ടലിനോ അങ്ങനെ എന്തോ ആണ് പേര് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഉഷ പറഞ്ഞു ഞാൻ പാലക്കാട് അകത്ത് ഞാൻ ഇറങ്ങും, നിങ്ങൾ രണ്ടാളും പോയാൽ മതിയെന്ന്. അങ്ങനെ വേറെ വണ്ടി മാറ്റാണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വണ്ടി മാറ്റി ഞാനും മനും പോവാണ് കേട്ടോ. മനു ആ വണ്ടിയിൽ നിന്ന് ഈ വണ്ടി കയറിയതിൻ്റെ ഒരു എന്താ പറയുക വിഷമം പറയുന്നുണ്ട്. എ സിന്ന് തീയിൽക്കൊന്നു നോക്കി. അങ്ങനെ ഞങ്ങൾ തൊട്ടൊരു ചായക്കട കണ്ടപ്പോൾ അവിടെ നിർത്തിട്ടോ. ഒരു ബേക്കറിയും ചായയും അടിപൊളിയാണ് ഇവിടുത്തെ സ്നാക്സ്. നല്ല ബജ്ജി, കായ ബജ്ജി, നല്ല മുളക് ചമ്മന്തി, നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ചമ്മന്തി കേട്ടോ. മനു വീണ്ടും പറയുന്നുണ്ടായിരുന്നു ഉമ്മാക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇനിയും കഴിച്ചോളിന്ന്. പക്ഷെ ഞാൻ വയറിൽ ആ മീൻ അവിടെ കിടന്ന് നീന്തണ പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടൊന്നും വേണ്ട മനു പറഞ്ഞു. കാരണം വൈകുന്നേരം ബ്രദറിൻ്റെ വീട്ടിൽ വിരുന്നാണല്ലോ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ട് പിന്നെ കുറച്ചൊക്കെ റെസ്റ്റ് ചെയ്തിട്ട് വൈകുന്നേരമാണ് ഇവിടെ ബ്രദറിൻ്റെ വീട്ടിലെത്തിയത് കേട്ടോ. അത് ബ്രദറിൻ്റെ വീടാണ്. 2 ബ്രദറാണ്. അവരുടെ ഭാര്യയുണ്ട്, അനിയത്തിയുടെ ഭർത്താവുണ്ട്. അടിപൊളിയായിരുന്നു ഇവിടുത്തെ വിരുന്ന്. കുട്ടികളൊക്കെ കൂടെയുള്ള പാട്ട് പാടലും ഡാൻസ് കളിക്കലും ഊഞ്ഞാലാടലും കരോക്കെ വെച്ചിട്ടുള്ള പാട്ട് പാടലും അടിപൊളിയായിരുന്നു. പിന്നെ നല്ല ദം ബിരിയാണി, അതിക്ക് നല്ല തൈര്, അച്ചാറ്, കാട ഫ്രൈ, പത്തിരി, ചിക്കൻ കറി, പായസം, 7up. ഇനി വേണ്ടാത്ത ഒന്നുമില്ല. വാപ്പയാണ് ആ ചാരു കസേരയിലിരുന്ന് പിന്നെ TV കാണുന്നത്. പിന്നെ അനിയത്തി കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇത് പിള്ളേരുടെ സംഘമാണ്. ഇത് അഞ്ചുവിൻ്റെ 2-3 ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ വിരുന്നിൽ. ഇത് അനിയത്തിയുടെ ഭർത്താവും മൂത്ത ബ്രദറും. പിന്നെ കുട്ടികളൊക്കെ കൂടെ ഇവിടെ എന്തൊക്കെയോ പറഞ്ഞ് കളിക്കുന്നുണ്ട്, ലൂഡോ കളിക്കുന്നുണ്ട്. ഇത് അനിയത്തിയുടെ പിള്ളേർ. എന്തായാലും ശരി, ഫുഡൊക്കെ കഴിച്ചിട്ട് അഞ്ജുവിൻ്റെ കൂട്ടുകാർ യാത്ര പറഞ്ഞ് പോവുകയാണ്. ബ്രദറിൻ്റെ ഒരു മോനാണ് അവരെ കൊണ്ടാക്കണത്. നല്ല കുട്ടികളൊക്കെ കോമഡി പറഞ്ഞിരുന്നു. ഇത് 2 ബ്രദറും അനിയത്തിയുടെ ഭർത്താവും. എന്തായാലും ശരി, ഞങ്ങൾ ഓരോ ഫോട്ടോ എടുത്തു കേട്ടോ. അതിൻ്റെ ഇടയിൽ പിള്ളേർ കഴിക്കണ ഫോട്ടോ എടുത്തു. അടുത്ത ട്രിപ്പ് മനു, ഷാനു, അനിയത്തിയുടെ കുട്ടികൾ, ഉമ്മ, വാപ്പ അവരൊക്കെ ഇരുന്നു. ഞാൻ കെട്ടിയവൻ വരാൻ കാത്തു നിൽക്കുമായിരുന്നു. വന്നിട്ട് ഞങ്ങൾ കഴിക്കുള്ളൂ പറഞ്ഞ് നിൽക്കുമായിരുന്നു. പിന്നെ അങ്ങനെ ആളെത്തിയിട്ടോ. വന്നല്ലോ മനമാല. അങ്ങനെ ഷെയ്ക്കാൻ്റെ ഒക്കെ കൊടുത്ത് വന്ന് ഞങ്ങൾ പിന്നെ കുറച്ചൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ അല്ലു എന്താ തലക്ക് കൈ കൊടുത്തിരിക്കണമെന്ന് വെച്ചാൽ മിച്ചു അല്ലുവിൻ്റെ ഹെയർ ബാൻഡ് എടുത്ത് തലയിൽ വെച്ചതാണ്. അല്ലു തലക്ക് കൈ കൊടുത്തിരിക്കണത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു. എത്ര പറഞ്ഞിട്ടും അവനിരുന്നില്ല. അവനും അവളും ലാസ്റ്റ് ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പം നമ്മളോട് കഴിക്കാനാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് കഴിച്ചു. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത വീഡിയോ കാണാം. വിരുന്നൊക്കെ സൂപ്പറായിരുന്നു. ടാറ്റാ, ബൈ ബൈ, സീ യു.